أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. സൂറത്ത് ബഖറയിലെ 231 വചനമാണ് നാം ഇന്ന് കേട്ടത്. പല കാരണങ്ങളാലും ഈ ക്ലാസ് ഒരു ചെറിയ ഇടവേള വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തിയാക്കാൻ എനിക്കും കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ വചനങ്ങളുടെയൊക്കെ തുടർച്ചയാണ് ഈ വചനവും. അതിൻ്റെ ആശയം കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. വഇദാ തല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തലാഖ് ചെയ്യുകയും അഥവാ വിവാഹമോചനം ചെയ്യുകയും ഫബലഗ്ന അജലഹുന്ന, എന്നിട്ട് അവരുടെ അവധി പ്രാപിക്കുകയും ചെയ്താൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫ്, പിന്നെ നിങ്ങൾ അവരെ ന്യായമായ രീതിയിൽ നിലനിർത്തുക. ഔ സരിഹൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ പിരിച്ചയക്കുകയോ ചെയ്യണം. വലാ തുംസികൂഹുന്ന ദിറാറൻ ലിതഅ്തദൂ, വലാ തുംസികൂഹുന്ന, നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. ദിറാറൻ, അന്യായമായി, ലിതഅ്തദൂ, ദ്രോഹിക്കാൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി അന്യായമായി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. ومن يفعل ذلك فقد ظلم نفسه ومن يفعل ذلك, അങ്ങനെ വല്ലവനും പ്രവർത്തിച്ചാൽ ഫഖദ് ളലമ നഫ്സഹ്, അവൻ തനിക്ക് തന്നെയാണ് ദ്രോഹം വരുത്തി വെക്കുന്നത്. വലാ തത്തഖിദൂ ആയാത്തില്ലാഹി ഹുസുവാ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ തമാശയാക്കി കളയരുത്. അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിങ്ങൾ പരിഹാസ്യമായിട്ടെടുക്കരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവീൻ. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുകയും. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഅ്ളുകും ബി, വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി, അവൻ അവതരിപ്പിച്ചു തന്ന വേദവും ആ വേദത്തിൻ്റെ വിശദീകരണമായ ഹിക്മത്ത് അതും യഅ്ളുകും ബി, നിങ്ങൾക്ക് ഒരു ഉപദേശം എന്ന നിലക്കാണത്. അതും നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം,
വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യവും അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. ഈ വചനം കഴിഞ്ഞ വചനങ്ങളുടെ തുടർച്ച തന്നെയാണ് എന്ന് ഇതിൻ്റെ സാരം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അഥവാ ത്വലാഖ് അഥവാ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാണ് ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലും വിശദീകരിക്കുന്നത്. ഈ സത്യത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത് വിശദീകരിച്ച് പറയുന്നത് ത്വലാഖ് സംബന്ധിച്ച് മുൻ വചനങ്ങളിൽ നൽകിയിട്ടുള്ള ശാസനകൾ, കൽപ്പനകൾ, വിധികൾ അത് ഗൗരവപൂർവം ഊന്നിപ്പറയുകയാണ്. അതാണ് ഇതിൻ്റെ ആദ്യം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തിട്ട് അവരുടെ അവധി എത്തിയാൽ. അപ്പം അവധി എത്തിയാൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 വിവാഹമോചന പ്രക്രിയകളെക്കുറിച്ച് പറഞ്ഞു. അതാണ് അവധി. ആ അവധി തീർന്നാൽ, അഥവാ ഒന്നാമത്തെ ഹൈദ് കഴിഞ്ഞു, അതിൽ നിന്ന് ശുദ്ധമായി, രണ്ടാമത്തെ ഹൈദ് കഴിഞ്ഞു, അതിൽ നിന്ന് ശുദ്ധമായി, മൂന്നാമത്തെ ഹൈദ് കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഫബലഗ്ന അജലഹുന്ന എന്ന് പറയുന്നത്. അവധി എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവധി എത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവധിയോടടുക്കുക എന്നതാണ്. അത് സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഫബലഗ്ന അജലഹുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഹൈദ് അവസാനിച്ചു, പക്ഷേ അവസാനിച്ച ശേഷം കുളിച്ച് വൃത്തിയായിട്ടില്ല, അല്ലെങ്കിൽ അവസാനിക്കാറായി ആ അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയും, അവധി എത്തിയാൽ എന്ന് പറയും. നമ്മൾ സാധാരണ സംസാരത്തിൽ തന്നെ നമ്മളത് ഉപയോഗിക്കാറുണ്ടല്ലോ. അറബി ഭാഷയിൽ, നാടൻ അറബി ഭാഷയിൽ നമ്മളൊരാളോട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അയാളെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങളെവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും വസൽത്ത് എന്ന് പറയും, ഞാൻ എത്തി എന്ന് പറയും. അയാൾ എത്തിയിട്ടുണ്ടാവില്ല, എത്താറായിട്ടേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ മലയാള ഭാഷയിലും അങ്ങനെ പറയാറുണ്ട്. ഇതാ ഞാൻ എത്തി എന്ന് പറയും. ഒരു പക്ഷേ പിന്നെയും 10 മിനിറ്റ് എടുക്കും എത്താൻ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഫബലഗ്ന അജലഹുന്ന എന്ന് പറഞ്ഞാൽ. അതല്ലാതെ മൂന്നാമത്തെ മെൻസസും കഴിഞ്ഞ് ശുദ്ധിയായാൽ പിന്നെ അവിടെ എന്തില്ല, പിന്നെ തിരിച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. മറ്റൊരു വിവാഹം അവർ സ്വയം ചെയ്ത് വിവാഹമോചനം ചെയ്യാതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത്. അപ്പോൾ ഇവിടെ ഫഅംസികൂഹുന്ന ബിമഅറൂഫ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആയാൽ നിങ്ങൾ അവരെ ന്യായമായ രീതിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വെക്കണം എന്ന് പറയണമെങ്കിൽ, തിരിച്ചെടുക്കണം എന്ന് പറയണമെങ്കിൽ അവിടെ അവധി തീർന്നു എന്നല്ല,
അവധി തീരാറായി എന്നതാണ് അതിൻ്റെ വിവക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് സത്യത്തിൽ ഒന്നുകൂടി നമുക്ക് മനസ്സിലാകും എപ്പോഴെന്ന് വെച്ചാൽ 232 വചനവും യഥാർത്ഥത്തിൽ ഇതേ വാക്കുകൊണ്ടാണ് തുടങ്ങുന്നത്. അവിടെ ഇതേ വാക്കാവ ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫബലഗ്ന അജലഹുന്ന. അവിടെ ഫബലഗ്ന അജലഹുന്ന എന്നാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഫബലഗ്ന അജലഹുന്ന കഴിഞ്ഞിട്ട് പറയുന്നത് ഫഅംസികൂഹുന്ന ബിമഅറൂഫ് എന്നല്ല, അവരെ മര്യാദ അനുസരിച്ച് കൂടെ നിർത്തണം എന്നല്ല പറയുന്നത്. പിന്നെയോ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാദൗ ബൈനഹും ബിൽ മഅറൂഫ്. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. മനസ്സിലായില്ലേ? വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തേത് യഥാർത്ഥത്തിൽ അഥവാ ഇപ്പോൾ നമ്മളുള്ള വചനം, ആ വചനത്തിൽ ഫബലഗ്ന അജലഹുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവധിയോടടുക്കുക എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണമാണ് ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും എന്ന് പറഞ്ഞിട്ട് വുളൂവിനെ കുറിച്ച് പറയുന്നിടത്ത്, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ എന്ന് പറഞ്ഞ് വുളൂ ചെയ്യുന്നതിനെക്കുറിച്ച് പറയണം. അവിടെ നമസ്കാരത്തിന് വേണ്ടി നിന്നിട്ടല്ലല്ലോ നമ്മൾ വുളൂ ചെയ്യാറുള്ളത്, മറിച്ച് നമസ്കാരത്തോടടുക്കുമ്പോഴാണ്. അത്രയേ ഉള്ളൂ. അപ്പം അത് ഒരു പുതിയ ശൈലിയല്ല എന്നർത്ഥം. അതല്ലെങ്കിൽ അത് ഏതെങ്കിലും രൂപത്തിലുള്ള ഖുർആനിലെ ആശയ അബദ്ധമല്ല, അതല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യമല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല എന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ.